ഇതൊരു ഡാൻസ് ഡേയുടെ അന്നത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ തലേദിവസം കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതായത് നമുക്ക് സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കണം. ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ, തലയിലേക്ക് വേണ്ടതായിക്കോട്ടെ, ഇതെല്ലാം എടുത്ത് വെക്കുന്നത് സംഭവം കേട്ടോ. ഏകദേശം ഒരു വർഷമൊക്കെ അതിൻ്റെ ഇതൊക്കെ എടുത്തൊന്ന് യൂസ് ചെയ്തിട്ട്, കാരണം ഒരു വർഷമായിട്ടുണ്ട് നമ്മൾ പ്രോഗ്രാംസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെ വല്ല പ്രശ്നങ്ങളും പറ്റിയിട്ടുണ്ടോയെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതെല്ലാം നമ്മൾ വേറെ ഒരു ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളതെല്ലാം നമ്മൾ എന്താ പറയുക, ഈ ഒരു ബോക്സിലാക്കിയിട്ട് എടുത്ത് വെച്ചു. പിന്നെ ഈ വെള്ളപ്പൂ മാത്രം ഞാൻ കേകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അതാകെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു മാതിരി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കേകിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലങ്കയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഡ്രസ്സ്. നമ്മൾ ഇതുവരെ ഇടാത്തൊരു കളറാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളെല്ലാം ഈ ഒരു ബാഗിലോട്ടാണ് ആക്കുന്നത്. ഈ ബാഗ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതായിരുന്നു. നല്ല അടിപൊളി ബാഗ് കേട്ടോ. നമുക്കിത് ഇടുമ്പോൾ അങ്ങനെ വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ പെയിനോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. നല്ല അടിപൊളി ബാഗാണ്. അപ്പോൾ അങ്ങനെ ബാഗിലെടുത്ത് വയ്ക്കുന്ന സമയത്താണ് ഈ ഒരു ബോക്സ് കണ്ടത്. കഴിഞ്ഞ കളിക്ക് ഡ്രസ്സൊക്കെ ഊരുന്ന സമയത്ത് നമ്മുടെ ഹെയറൊക്കെ അയക്കുന്ന സമയത്ത് കിട്ടിയ സ്ലൈഡും അതുപോലെ തന്നെ സൂചിക്കയാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതുവരെ ഒന്നും പുറത്തേക്ക് എടുത്തിട്ടില്ല, പക്ഷേ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചു. നമുക്ക് ഈ ഒരു കളിക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് അതിൽ തന്നെ വെച്ചു. പിന്നെ നമ്മൾ പറയണിക്ക് പോയ സമയത്ത് എനിക്ക് കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ നാളത്തെ കാര്യം വിളിച്ചിട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. കാരണം ആ ചൂട് നമ്മളതിൻ്റെ മുഖത്ത് വീണ്ടും ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ എന്തായാലും അത് കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കഴുത്തിലും മുഖത്തും അത്ര നല്ലത് കേട്ടോ. പിന്നെ എനിക്ക് മോർണിംഗ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സാറ് ലീവ് തന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ വർക്കൊക്കെ ഒന്ന് കുറച്ച് ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നമുക്ക് ഇങ്ങോട്ടത്തെ ചെയ്യാനും പറ്റില്ല. അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ എല്ലാവരും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മാത്രമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. എനിക്കും പിന്നെ അനുവിനും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ഇരുന്നു. അനു അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലിരുന്നിട്ട് മുടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ഇപ്പുറത്ത് ഇരുന്നിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്ഥിരം ചെയ്യുന്ന മാഷുമാർ തന്നെയാണ്. പക്ഷേ അതിലൊരു മാഷ് മിസ്സിങ് വേറെ മാഷാണ് വന്നിട്ടുള്ളത് കേട്ടോ. ആ മാഷാണെങ്കിൽ നമുക്കൊന്നും പറയേണ്ട, ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കളറ് ഫസ്റ്റ് ടൈമാണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ ഒരു കളർ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഈ കളർ ഡ്രസ്സ് നമ്മൾ ഞങ്ങൾ എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്താലും ലാസ്റ്റ് ആകുമ്പോൾ ഞങ്ങൾ നേരെ പോയി കേട്ടോ. ആസ് യൂഷ്വൽ ഇന്നും ഞങ്ങൾ നേരെ വൈകിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ കോൾ വന്നിട്ടോ, വേഗം വരാൻ പറഞ്ഞു. എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല കേട്ടോ. എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ആ ഒരു ടൈമിങ്ങിൽ ഇറങ്ങാൻ പറ്റില്ല. ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് വരുമ്പോഴത്തേനും ടൈമിനെ കാട്ടും കൂടുതലായി പോവാണ് ചെയ്യുന്നത്. ഞങ്ങൾ കുറച്ച് ലേറ്റായി ഗൈസ്. ഇപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി. ബാക്കിയുള്ളവർ പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാർ എത്തിയിട്ടില്ല. ഞങ്ങളാണെങ്കിൽ ഇവിടെ എത്താൻ ലേറ്റായി. അവരിവിടെ നിന്ന് വിളിച്ച് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിട്ട് ഞങ്ങളെന്നും നല്ല നേരത്തോടെ ഇറങ്ങും. ഞങ്ങൾക്കൊന്നും ഫോട്ടോ എടുക്കാനോ റീൽസ് എടുക്കാനോ ഒന്നും പറ്റാറില്ല. അമ്പലത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ ഫൈനലി അമ്പലത്തിലെത്തി. ഇതാണ് അമ്പലം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. പിന്നെ ഒട്ടും ടൈമൊന്നും ഡിലേ ചെയ്തില്ല. ഞങ്ങൾ പെട്ടെന്ന് സ്റ്റേജിലോട്ട് കയറി കേട്ടോ. വീട്ടിലെത്തിയിട്ട് റീൽസ് ചെയ്തു. ഒരു 2 റീൽസൊക്കെ ചെയ്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ തന്നെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ, അതായത് ഡ്രസ്സല്ല നമ്മളെ ഹെയറും കാര്യങ്ങളൊക്കെ അഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ചരടും പിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ അഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ച്, അതായത് മുഖമൊക്കെ കഴുകിയിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വീഡിയോ ആണ്. കുറച്ച് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.